ആളുകൾ ചിലപ്പോൾ വന്ന് പറയും, കണ്ടില്ലേ, അവർക്കൊരു അള്ളാഹു മാത്രമാണ്, അവർക്ക് ആകെയുള്ളത് ഒരു അള്ളാഹു മാത്രമാണ്. അവർക്ക് ഔലിയാക്കന്മാരില്ല, അവർക്ക് അമ്പിയാക്കന്മാരില്ല, അവർക്ക് ജാറങ്ങളില്ല, അവർക്ക് മഖ്ബറകളില്ല, അവർക്ക് കറാമത്തുകളില്ല, അവർക്ക് മുഅ്ജിസത്തുകളില്ല, അവർക്ക് ശഫാഅത്തില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മാത്രം പറഞ്ഞാൽ നിന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസം നിനക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അറിയുക മുസ്ലിമേ, പ്രിയപ്പെട്ട സഹോദര, അൽഹംദുലില്ലാഹ് എന്ന വാക്ക് അത് നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇദാ ദുകിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. അള്ളാഹുവിനെ കുറിച്ച് മാത്രമായി പറയപ്പെട്ടു കഴിഞ്ഞാൽ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ അവരുടെ ഹൃദയം ഇങ്ങനെ കോപം കൊണ്ട് തിളക്കും. എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങളെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിന് പ്രയാസം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ നിന്റെ ഹൃദയത്തിലേക്ക് നീ തിരിഞ്ഞു നോക്കുക. എന്താണ് നിനക്ക് സംഭവിച്ചിരിക്കുന്നത്? അള്ളാഹു പറയുന്നു, അവനെ കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ ഹൃദയം ഇങ്ങനെ കോപം കൊണ്ട് തിളക്കുന്ന ചില ആളുകളുണ്ട്. അവൻ പറയുന്നു, വഇദാ ദുകിറല്ലദീന മിൻ ദൂനി ഇദാ ഹും യസ്തബ്ശിറൂൻ. അള്ളാഹുവിന് പുറമെ ഉള്ളവരെ കുറിച്ച് പറയപ്പെട്ടാൽ, ഇതാ ഔലിയാക്കന്മാർ, ഇതാ അമ്പിയാക്കന്മാർ, നിങ്ങൾ അവരോട് തേടിക്കൊള്ളൂ, നിങ്ങൾ അവരോട് ചോദിച്ചുകൊള്ളൂ, നിങ്ങൾ വിളിക്കൂ, യാ ശൈഖ് യാ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് നിങ്ങൾ വിളിക്കൂ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇതാ മണിക്കൂറുകളോളം കാത്തു നിൽക്കാൻ, അത് കേട്ട് നിൽക്കാൻ തയ്യാറാണ്. എന്നാൽ അവരോട് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുത്തു നോക്കൂ, അവന്റെ ഹൃദയത്തിൽ ദേഷ്യം നുരഞ്ഞുകൊണ്ടത് നിനക്ക് കാണാൻ സാധിക്കും. അവൻ മുഖം തിരിച്ച് തിരിഞ്ഞു കളയുന്നത് നിനക്ക് കാണാൻ സാധിക്കും.